തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. വചനവർഷത്തിലെ ബൈബിൾ പഠന പരമ്പരയിൽ ഒരു പുതിയ വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ബൈബിളിലെ വിജ്ഞാന സാഹിത്യം, വിസ്ഡം ലിറ്ററേച്ചർ അല്ലെങ്കിൽ സപ്പിയൻഷ്യൽ ലിറ്ററേച്ചർ എന്നും അതിനെ വിളിക്കാറുണ്ട്. നമ്മളെന്താണ് വിജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 1 രാജാക്കന്മാർ 3:9 സോളമൻ അഭിനവ രാജാവായി ഇസ്രായേലിൽ ചാർജ് എടുക്കുമ്പോൾ അവൻ ആദ്യം ചെയ്യുന്നത്, ദൈവത്തിന് അന്ന് ജെറുസലേം ദേവാലയം ഇല്ല. ഗിബെയോണിൽ രാജാവ് 1000 ദഹനബലി അർപ്പിച്ചു. അതിനുശേഷം അന്ന് രാത്രി ദൈവം ഒരു സ്വപ്നത്തിൽ ശലോമോന് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, നീ എന്താണ് ആഗ്രഹിക്കുക? അപ്പോൾ ശലോമോൻ പറയുന്ന ഒരു വാക്യമുണ്ട്, അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിൻ്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോകുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. ഇവിടെ TOC ബൈബിളിൽ വിവേകം എന്ന് കൊടുത്തിരിക്കുന്നത്, ഹീബ്രു ബൈബിളിൽ ഗിവ് മീ എ ലിസണിങ് ഹാർട്ട്, എനിക്ക് ശ്രവിക്കുന്ന ഒരു ഹൃദയം തരണം. അപ്പോൾ വിസ്ഡം എന്ന് പറയുമ്പോൾ അത് തലച്ചോറിൻ്റെ ഒരു ശക്തിയല്ല, അതിനേക്കാൾ കൂടുതൽ ഒരു ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ടാണ് സോളമൻ ആദ്യം ചോദിക്കുന്ന വരം വിജ്ഞാനം അല്ലെങ്കിൽ വിവേകമുള്ള ഒരു ഹൃദയം, വിസ്ഡം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിജ്ഞാന സാഹിത്യത്തിന് ഉള്ള പ്രത്യേകതകളാണ് നമ്മൾ ആദ്യം പറയുക. ബൈബിളിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നിയമം, പഴയ നിയമം. മോശ സീനായി മരുഭൂമിയിൽ വെച്ച് കൽപ്പനകൾ കൊണ്ടുവന്നു. അതുകൂടാതെ ജനത്തിനു വേണ്ടി ഏതാണ്ട് 613 നിയമങ്ങളുടെ ഒരു സംഹിത ഉണ്ടാക്കി. ആ നിയമം പഴയ നിയമത്തിൽ പ്രധാനപ്പെട്ടതാണ്. കവനൻറ്റ്, ഉടമ്പടി. ദൈവം ജനത്തോട് ഉടമ്പടി ചെയ്ത് അവരെ സ്വന്തമാക്കി. ഇലക്ഷൻ, ദൈവം അവരെ തെരഞ്ഞെടുത്ത് അനേകം ജനതകളിൽ നിന്ന് തെരഞ്ഞെടുത്ത് സ്വന്തമാക്കിയതാണ്. അതുപോലെ സൽവേഷൻ, രക്ഷ. അപ്പോൾ ലോ, കവനൻറ്റ്, ഇലക്ഷൻ, സൽവേഷൻ, ഈ 4 തീംസ്, വിഷയങ്ങൾ പഴയ നിയമത്തിൽ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ വിജ്ഞാന സാഹിത്യത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് അവതരിപ്പിക്കുന്നില്ല. എന്താണ് മനുഷ്യൻ ചെയ്യുന്നത്? ഹി സീക്സ് സൊല്യൂഷൻ ടു ഹ്യൂമൻ പ്രോബ്ലംസ്. മനുഷ്യന് ഈ ലോകത്തിൽ എങ്ങനെ സമാധാനപൂർണമായ വിജയപൂർണമായ ഒരു ജീവിതം നയിക്കാം, അതാണ് വിജ്ഞാന സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട വിഷയം. എന്താണ്
ജീവിതത്തിൻ്റെ അർത്ഥം. ഒരാൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, സന്തോഷം അനുഭവിക്കണമെങ്കിൽ, മറ്റുള്ളവരുമായിട്ട് ഒരുമിച്ച് ജീവിച്ചു പോകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ പാലിച്ചിരിക്കണം, ഇതൊക്കെയാണ് വിജ്ഞാന സാഹിത്യത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ വിജ്ഞാന സാഹിത്യവും ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയുമായിട്ട് ബന്ധമുണ്ട്. ബൈബിൾ എഴുതപ്പെട്ട, പഴയ നിയമം എഴുതപ്പെട്ട കാലത്ത് ഏറ്റവും വലിയ ഒരു സാമ്രാജ്യം ഈജിപ്റ്റായിരുന്നു. അവിടുത്തെ രാജകൊട്ടാരത്തിലെ നിയമങ്ങൾ, മന്ത്രിമാരുടെയും താഴത്തെ ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ സേവന വ്യവസ്ഥകൾ, അവരുടെ പെരുമാറ്റ രീതികൾ, ഇതിനെല്ലാം നിയമങ്ങളുണ്ടായി. ഡിപ്ലോമസി പഠിപ്പിക്കുമ്പോൾ അതെല്ലാം പഠിപ്പിക്കും. അപ്പോൾ ചില ഗുഡ് മാനേഴ്സ് വരെ വിജ്ഞാന സാഹിത്യത്തിൽ വരുന്നുണ്ട്. നീ രാജാവും ഒത്ത് ഒരുമിച്ച് വിരുന്നിനിരിക്കുമ്പോൾ നീ അമിതമായി ആർത്തി കാണിക്കരുത് ഭക്ഷണത്തിന്. ഇത് ഒരു ലളിതമായ ഉപദേശമാണെന്ന് നമുക്ക് തോന്നാം, പക്ഷേ ഒരു മാന്യമായ സദസ്സിൽ എങ്ങനെ പെരുമാറണം എന്നുവരെ അവിടെ പഠിപ്പിക്കുന്നു. വിജ്ഞാന സാഹിത്യത്തിൻ്റെ വേറൊരു പ്രത്യേകത, ദർ ഈസ് എൻ ഓർഡർ ഇൻ ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്ന ഒരു പൊതു നിയമം, ഒരു പൊതു വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിലേക്ക് വരുമ്പോൾ ധർമ്മം എന്ന് നമ്മൾ പറയും. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ അതിനെ വിളിച്ചിരുന്നത് മാത്ത് എന്നാണ്. ചൈനീസ് സംസ്കാരത്തിൽ അതേ ആശയം തന്നെ അവർ പറയുന്ന താവോ എന്നുള്ള പദം കൊണ്ടാണ് അതിനെ വിവക്ഷിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ ഒരു അലിഖിതമായ നിയമമുണ്ട്, അതെല്ലാവരും പാലിച്ചിരിക്കണം. നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഹിന്ദു മതത്തിൽ, ബുദ്ധമതത്തിൽ, ജൈനമതത്തിൽ, സിഖ് മതത്തിൽ, ഈ 4 മതങ്ങളിലും കാണുന്ന ഒരു പൊതുവായ കാര്യം ധർമ്മം എന്നുള്ളതാണ്. ഈ നമ്മൾ ബുദ്ധന്മാർ കൂടുതൽ താമസിക്കുന്ന രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും മുഴങ്ങിക്കേൾക്കുന്ന ഒരു പാട്ട് ബുദ്ധന്മാരുടെ ജപമാണ്. ബുദ്ധം ശരണം ഗച്ഛാമി, ധമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്ന് നമ്മൾ ചൊല്ലിക്കേട്ടിട്ടുണ്ട്. ബുദ്ധം എന്ന് പറയുമ്പോൾ ബുദ്ധനല്ല, ബുദ്ധം വിസ്ഡമാണ്. ബുദ്ധൻ എന്ന് പറയുന്നത് ബുദ്ധിയുടെ അല്ലെങ്കിൽ വിവേകത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ആൾരൂപമാണ്. അതുകൊണ്ടാണ് ബുദ്ധം എന്ന് പറയുന്നത്. അതുപോലെ ഈ ബുദ്ധന്മാരുടെ ജപത്തിൽ ധർമ്മം എന്നല്ല ധമ്മം, ധമ്മം ശരണം ഗച്ഛാമി, അത് ധർമ്മം തന്നെയാണ്. പിന്നെ സംഘം ശരണം ഗച്ഛാമി, ബുദ്ധശിഷ്യന്മാരുടെ സംഘത്തിൽ ഞാൻ ശരണപ്പെടുന്നു, ബുദ്ധനിൽ ഞാൻ ശരണപ്പെടുന്നു, ധർമ്മത്തിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ വിജ്ഞാനമാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം. ഈ വിജ്ഞാനം എങ്ങനെ വരുന്നു? ഇത് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനമല്ല, പിന്നെയോ നിരീക്ഷണത്തിലൂടെ, അനേകം നൂറ്റാണ്ടുകളിലെ നിരീക്ഷണത്തിലൂടെ കണ്ടും കേട്ടും അനുഭവിച്ചും മനുഷ്യർ പഠിച്ച വിജ്ഞാനം ക്രിസ്റ്റലൈസ് ചെയ്ത്
ചില അഫറിസംസ് എന്ന് പറഞ്ഞാൽ സേയിങ്സ്, സുഭാഷിതങ്ങൾ. ഉദാഹരണമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. മിന്നുന്നതെല്ലാം പൊന്നല്ല, അതൊരു അഫറിസമാണ്. അതിലൊരു വലിയ സത്യമുണ്ട്. അവിടെ ഒരു യൂഫണി, അതായത് കേൾക്കാൻ ഇമ്പമുള്ള ഒരു കാര്യമുണ്ട്. ഇന്ന മിന്നുന്നതെല്ലാം പൊന്നല്ല. അപ്പോൾ ഏത് കുഞ്ഞിനും ഇത് പെട്ടെന്ന് കാണാപ്പാഠം പഠിക്കാനായിട്ട് സാധിക്കും. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. ഇംഗ്ലീഷിൽ അത് തന്നെ പറയും. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്. അപ്പോൾ അത് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ഇതുപോലുള്ള പല്ലവികൾ, ചൊല്ലുകൾ ഉണ്ട്. ഇതൊക്കെ മനുഷ്യൻ നൂറ്റാണ്ടുകളായിട്ട് നേടിയിട്ടുള്ള വിജ്ഞാനമാണ്. ഇനിയും ഈ ബൈബിളിലെ വിജ്ഞാന സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യകുലത്തെ അവരെ രണ്ടായിട്ട് തിരിക്കുന്നു. ഈ രണ്ട് ഗ്രൂപ്പിൽ പെടാവുന്ന ആൾക്കാരേ ഉള്ളൂ. ഒന്ന് റൈച്ചസ് ഓർ വിക്കറ്റ്, നീതിമാന്മാരും ദുഷ്ടന്മാരും. റൈച്ചസ് ഓർ വിക്കറ്റ്, അതിന് ബൈബിൾ പണ്ഡിതരെ വിളിക്കുന്ന ഒരു വാക്കുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെക്നിക്ക്. പണ്ട് കാലത്ത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ കളർ ഫോട്ടോ ഇല്ല. ഏത് പടവും രണ്ട് കളർ മാത്രമേ ഉള്ളൂ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതിലൊതുങ്ങും. ഇന്ന് 5, 6, 7 ഒക്കെ വർണ്ണങ്ങൾ നമുക്ക് ഫോട്ടോയിൽ ലഭിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മനുഷ്യകുലത്തെ ശിഷ്ടരെന്നും ദുഷ്ടരെന്നും വേർതിരിക്കുന്നു. ശിഷ്ടന്മാർക്ക് നല്ലത് വരും, ദുഷ്ടന്മാർക്ക് നാശം വരും. ഇത് ഒരു നിയമം പോലെ പറഞ്ഞ് വയ്ക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഈ വിജ്ഞാനത്തിൻ്റെ വക്താക്കൾ 3 ഗ്രൂപ്പാണ്. ഒന്ന് പ്രീസ്, പുരോഹിതര്, സേജസ്, വിജ്ഞാനികൾ എന്ന് വിളിക്കപ്പെട്ട സൊഫറീം, പണ്ഡിതന്മാർ, പിന്നെ പ്രോഫറ്റ്സ്, പ്രവാചകന്മാർ. അങ്ങനെ വിജ്ഞാനികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും ഇവർക്കാണ് വിദ്യാഭ്യാസം ഉണ്ടായത്, ഇവർക്കാണ് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായത്. അതിനാൽ അവരാണ് ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ചിരുന്നത്. എങ്കിലും വിജ്ഞാന സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകത എപ്പോഴും അതിൻ്റെ സ്റ്റൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരപ്പൻ മകനെ പറഞ്ഞ് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പോലെയാണ്. മകനെ, നിൻ്റെ ചെവി ചായ്ച്ച് കേൾക്കുക. എപ്പോഴും മകനെ എന്ന് വിളിച്ചാണ് തുടങ്ങുക. അത് പിതാവ് പുത്രനെ പഠിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗുരു ശിഷ്യനെ പഠിപ്പിക്കുന്നതാണ്. നമ്മളുടെ പഞ്ചതന്ത്ര കഥകൾ ഒക്കെ ഓർത്ത് നോക്കുക. പഴയ കാലത്ത് ആമയുടെയും മുയലിൻ്റെയും കഥ, കുറുക്കൻ്റെയും കാക്കയുടെയും കഥ, ഇതൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഭാവനയിൽ തെളിയുന്ന കഥകളാണ്. അതിലൊക്കെ വലിയ വിജ്ഞാനമുണ്ട്. ഒരു പഞ്ചതന്ത്ര കഥയിലൂടി, വെറും വളരെ ലളിതമായ ഒരു കഥയിലൂടി ഒരു സത്യം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ അവസാനം പറഞ്ഞു വരുന്നത് ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് വിസ്ഡം. അവർ ഈ വിസ്ഡത്തെ ബൈബിളിൽ മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഈജിപ്റ്റ്, അസീറിയ പോലുള്ള രാജ്യങ്ങളിൽ വൻ സാമ്രാജ്യങ്ങളാണ്. അവിടെ ധാരാളം വിദ്യാഭ്യാസവും സംസ്കാരമുള്ള മനുഷ്യരുണ്ടായി. അവിടെ നിന്നുള്ള വിജ്ഞാനം ബൈബിളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, അത് നമ്മൾ പറയും. പക്ഷേ
അവരൊക്കെ പഠിപ്പിച്ചത് ഒരു ഹ്യൂമനിസമാണ്. എന്നാൽ ബൈബിള് പഠിപ്പിക്കുന്നത് ഒരു റിലീജിയസ് ഹ്യൂമനിസം, എപ്പോഴും ദൈവത്തോട് ബന്ധപ്പെട്ട ഒരു മാനവികത. അതാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. ഫിയർ ഓഫ് ഗോഡ്. എനിക്ക് പാമ്പിനെ പേടിയാണ്, പട്ടിയെ പേടിയാണ് എന്ന് പറയുന്നത് പോലെ അല്ല, എനിക്ക് ദൈവത്തെ പേടിയാണ്. ഫിയർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് അത് ദൈവഭക്തിയാണ്. അപ്പോൾ ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. ഇതാണ് ബൈബിളിലെ വിജ്ഞാന സാഹിത്യത്തിൻ്റെ തന്തു എന്ന് നമുക്ക് പറയാം. അതിൻ്റെ കാച്ചിക്കുറുക്കി അതിൻ്റെ അന്തസത്ത വെളിപ്പെടുത്തുന്നത് അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബൈബിളിലെ വിജ്ഞാന സാഹിത്യത്തിൽ ഏതെല്ലാം പുസ്തകങ്ങളാണ് പെടുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ടത് സോളമൻ്റെ സുഭാഷിതങ്ങൾ, പ്രോവർബ്സ് ഓഫ് സോളമൻ. അതിനെക്കുറിച്ച് നമ്മൾ കാണും. പിന്നെയുള്ളത് സഭാ പ്രസംഗകൻ, പിന്നെ ദ ബുക്ക് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ പുസ്തകം. പിന്നെ ഉള്ളത് പ്രഭാഷകൻ, പാട്ടുകളുടെ പാട്ട്. അത് മാനുഷികമായ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു നിദർശനമാണ്. അത് ബൈബിളിൽ കടന്നു വരുന്നത് വളരെ താമസിച്ച് മാത്രമാണ്. ആദ്യകാലത്ത് യഹൂദന്മാർ അത് ബൈബിളിൽ ഒരു പുസ്തകമായിട്ട് എടുത്തിരുന്നില്ല എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ പിന്നെ ഉള്ളത് യേശയ്യായുടെ പ്രവചനത്തിലെ കുറേ ഭാഗങ്ങൾ, ബാറൂഖ്, ജെറമ്യായുടെ ഒരു ഭാഗം തന്നെയാണ് ബാറൂഖ്, അതിലെ ചില ഭാഗങ്ങൾ, സങ്കീർത്തനങ്ങളിലെ ചില ഇത് മാത്രം ഞാൻ പറയുകയാണ്. സങ്കീർത്തനം 1 ഒരു വിജ്ഞാന സങ്കീർത്തനമാണ്, വിസ്ഡം സോങ് ആണ്. 37, 49, 73 ഇതെല്ലാം വിജ്ഞാന സാഹിത്യത്തിൽപ്പെടുന്നതാണ്. അങ്ങനെ ചരിത്ര പുസ്തകങ്ങളിലും പ്രവചനങ്ങളിലും സങ്കീർത്തനങ്ങളിലും ഒക്കെ ആയിട്ട് ഈ വിജ്ഞാന സാഹിത്യം ചിതറിക്കിടക്കുകയാണ്. എങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ വിസ്ഡം ഓഫ് സോളമൻ, അതുപോലെ തന്നെ പ്രൊവേർബ്സ്. ഇതാണ്. നമ്മൾ ഇനിയും പ്രൊവേർബ്സിലേക്ക് വരികയാണ്. 1 രാജാക്കന്മാർ 4:32 മുതൽ 35 വരെ. 1 രാജാക്കന്മാർ 4:32 മുതൽ 35 വരെ വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. അവൻ 3000, സോളമനെ കുറിച്ചാണ് പറയുക, അവൻ 3000 സുഭാഷിതങ്ങളും 1005 ഗീതങ്ങളും രചിച്ചു. ലെബനോനിലെ ദേവദാരു മുതൽ ചുമരിൽ മുളയ്ക്കുന്ന പായൽ വരെ എല്ലാ സസ്യങ്ങളെയും കുറിച്ച് അവൻ പ്രതിപാദിച്ചു. മൃഗങ്ങളെയും പക്ഷികളെയും ഇടജന്തുക്കളെയും മത്സ്യങ്ങളെയും കുറിച്ച് അവൻ സംസാരിച്ചിരുന്നു. സോളമൻ്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ടിട്ടുള്ള രാജാക്കന്മാരിലും ജനതകളിൽ നിന്നും ധാരാളം പേർ അവൻ്റെ ഭാഷണം കേൾക്കാൻ എത്തിയിരുന്നു. അപ്പോൾ ഇവിടെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവൻ 3000 സുഭാഷിതങ്ങൾ രചിച്ചു, 1005 ഗീതങ്ങൾ രചിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സോളമന് ഇതുപോലുള്ള അഫോറിസംസ് അല്ലെങ്കിൽ സദൃശവാക്യങ്ങൾ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ രചിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഗീതങ്ങൾ രചിച്ചു 1005. ലെബനോനിലെ ദേവദാരു, അത് ആ പ്രദേശത്തെ ഏറ്റവും വലിയ വൃക്ഷമാണ്, വടവൃക്ഷമാണ്. പല നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അത് ശക്തമായിട്ട് നിൽക്കും. ഞാൻ ലെബനോനിൽ പോയപ്പോൾ നമ്മുടെ പിന്നെ ബാബ തിരുമേനി ഒത്ത് പോയ ഒരവസരത്തിൽ ലെബനോനിലെ ദേവദാരുക്കൾ കാണാനായി
5000 അടിയോളം ഉയരമുള്ള പർവ്വതത്തിൽ പോയ കാര്യം ഓർക്കുന്നു. അവിടെ നിന്ന മരങ്ങൾക്ക് ഏറ്റവും വലിയ മരത്തിന് 2000-ൽ പരം വർഷം പഴക്കമുള്ളതാണ് ഒരു മരത്തിന്. അത് കർത്താവിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു മരമാണ്. അപ്പോൾ അത് ഏറ്റവും ശക്തമായ ബലിഷ്ഠമായ ഒരു മരമാണ്. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? ചുമരിൽ കിളുക്കുന്ന, അതും മഴയത്ത് മാത്രം കിളുക്കുന്ന പായലിനെ കുറിച്ച് വരെ അവന് ഗ്രന്ഥങ്ങൾ രചിച്ചു. അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്കൽ ടേം ഓണോമാസ്റ്റിക്ക എന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ ഒണോമ എന്ന് പറഞ്ഞാൽ പേര്. ഒണോമാസ്റ്റിക് ഫീസ്റ്റൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. നമ്മുടെ പേരിൻ്റെ അല്ലെങ്കിൽ നാമഹേതുക തിരുനാൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ജോസഫിൻ്റെ നാമഹേതുക തിരുനാൾ മാർച്ച് 19 നമ്മൾ ആഘോഷിക്കും. അല്ലെങ്കിൽ സെൻറ്റ് തോമസിൻ്റെ നാമഹേതുക തിരുനാൾ ജൂലൈ 3 നമ്മൾ ആഘോഷിക്കും. അതാണ് ഒണോമാസ്റ്റിക് എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ള സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും എല്ലാം സ്പീഷീസ് അനുസരിച്ച്, അതിൻ്റെ വർഗഭേദം അനുസരിച്ച് ലിസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു രൂപമുണ്ടായിരുന്നു. അതൊരു സയൻസ് ശാഖയാണ്. അതിന്നും ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബയോളജി പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന പേരൊന്നുമല്ല അതിൻ്റെ സ്പീഷീസ്, അതിൻ്റെ വർഗനാമം. അതിനൊക്കെ വേറെ സയൻറ്റിഫിക്കായിട്ടുള്ള നാമങ്ങളുണ്ട്. കേരളത്തിൽ 18-ാം നൂറ്റാണ്ടിൽ ഒക്കെ 17-ഉം 18-ഉം ഒക്കെ നൂറ്റാണ്ടുകളിൽ വന്നിട്ടുള്ള മിഷണറിമാർ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഈ സസ്യ സമ്പത്ത് കണ്ടിട്ട്, അന്ന് ഫോട്ടോഗ്രാഫി ഒന്നും ഉണ്ടായിരുന്നില്ല, അവർ കൈകൊണ്ട് ഇതിൻ്റെ ഇലകളും അതിൻ്റെ ആ ഇലയിൽ കൂടെ പോകുന്ന നാരുകളും ഒക്കെ വരച്ച് ഐഡൻറ്റിഫൈ ചെയ്തു. ഇതിൻ്റെ പ്രയോജനം, ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം, കോമൺ നെയിം, ഇത് എന്ത് ഉപയോഗമുണ്ട് ഇതിന്. ഉദാഹരണമായിട്ട് ചികിത്സകളിൽ, ആയുർവേദ ചികിത്സയിൽ ഇതിനെന്ത് പ്രാധാന്യമുണ്ട്, ഇതെല്ലാം കൃത്യമായി വർണ്ണിച്ച് അങ്ങനെയുള്ളൊരു പുസ്തകം ഒരു സമയത്ത് ഞാൻ സ്വിറ്റ്സർലൻഡിലെ ഒരു ലൈബ്രറിയിൽ കണ്ടെടുക്കുകയുണ്ടായി. പെൻസിൽ കൊണ്ട് അല്ലെങ്കിൽ അതുപോലുള്ള ചെറിയ പേന കൊണ്ട് ഈ നമ്മുടെ കേരളത്തിൽ ഉള്ള സസ്യങ്ങളുടെയും പ്രത്യേകിച്ച് ഹെർബൽ മെഡിസിൻസ്, മരുന്നുകളുടെയും ഒക്കെ ചിത്രങ്ങൾ അവർ കൈകൊണ്ട് വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയ സയൻസാണ്. സോളമൻ ഇന്നേക്ക് ഏതാണ്ട് 3000 വർഷം മുമ്പ് ഇതിലൊക്കെ വ്യാപരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും വിവേകവും ഒക്കെ നാം മനസ്സിലാകും. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം കേൾക്കാനായി അങ്ങ് ആയിരക്കണക്കിന് മൈൽ അകലെയുള്ള ഷേബ എന്ന രാജ്യത്തു നിന്ന് രാജ്ഞി സോളമൻ്റെ ജ്ഞാനം കേൾക്കാൻ വന്നു എന്ന് സുവിശേഷത്തിലും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് കേട്ടുള്ള രാജാക്കന്മാരിലും ജനതകളിൽ നിന്നും ധാരാളം പേർ അവന് അനുദിനം കൊടുത്തിരുന്ന ഭാഷണം അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കുവാനായിട്ട് എത്തിയിരുന്നു എന്ന് പറയുമ്പോൾ വലിയ വിജ്ഞാനിയായിരുന്നു ശലോമോൻ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇനിയും നമ്മൾ ഈ സോളമൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇനിയും നമ്മൾ ഈ പുസ്തകത്തിൻ്റെ ശൈലി ഡൈഡാക്റ്റിക് എന്നുള്ള വാക്ക് ഗ്രീക്ക് ഭാഷയിലെ ഡിഡാഹോ എന്ന് പറഞ്ഞാൽ ടീച്ച് എന്നാണ്. ഡൈഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ അധ്യാപന രീതിയാണ്. ഒരു ഗുരു ശിഷ്യനെ പഠിപ്പിക്കുന്ന പോലെ, അപ്പൻ മനുഷ്യനെ പഠിപ്പിക്കുന്ന പോലെ ഉദാഹരണങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഇവിടെ ഈ സുഭാഷിതങ്ങളിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മടിയനായ മനുഷ്യ, നീ എറുമ്പിനെ കണ്ടുപിടിക്കുക. എറുമ്പ്
നമുക്ക് ശല്യമാണ് എങ്കിലും നിസ്സാരമായ ഒരു ജീവിയാണ്. പക്ഷേ ഈ ജീവി ഒരുമിച്ച് ഒരു പട്ടാളം പോലെ യാത്ര ചെയ്യുന്നു. അതിനറിയാം മഴക്കാലം വരുന്നു, അല്ലെങ്കിൽ മഞ്ഞുകാലം സ്നോ വരുന്നു. അത് മുൻകൂട്ടി അറിഞ്ഞ് അത് ഭൂമിക്കുള്ളിൽ മാളങ്ങളുണ്ടാക്കി വറവ് കാലത്തേക്ക് അല്ലെങ്കിൽ ഭക്ഷണമില്ലാത്ത കാലത്തേക്ക് അത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നു. മടിയനായ മനുഷ്യൻ കട്ടിലിൽ കിടന്ന് ഇടത്തോട്ടം വലത്തോട്ടം മറിയുന്നു. അതിന് വളരെ രസകരമായ ഒരു ഉപമ പറയുന്നുണ്ട്. കാറ്റത്ത് ഒരു കതക് അതിൻ്റെ വ്യാപിരിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത് പോലെ കട്ടിലിൽ കിടന്ന് മടിയൻ പറയുന്നു, ഒരു വശത്തോട്ട് തിരിഞ്ഞിട്ട് പറയുന്നു, ഞാനിപ്പോൾ എഴുന്നേൽക്കുന്നില്ല, വയലിൽ പോകണം, പക്ഷേ വയലിൽ സിംഹമുണ്ട്, അതുകൊണ്ട് ഇപ്പം ഞാൻ പോകുന്നില്ല, നേരം വെളുത്തില്ല എന്ന് പറഞ്ഞ് മറിഞ്ഞു കിടക്കുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞു കിടക്കുന്നു. അപ്പോൾ വളരെ രസകരമായ രീതിയിൽ, അധ്യാപനത്തിൻ്റെ രീതിയിൽ മടിയന്മാരുടെ കാര്യം പലപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കുവാനും രസകരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നു. അത് അധ്യാപന രീതിയാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക്, ഈ പ്രോവേർബ്സിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം ഒരു ഇൻട്രഡക്ഷനാണ്. അതിൻ്റെ സോളമൻ്റെ സുഭാഷിതങ്ങളുടെ മെയിൻ കളക്ഷൻ 10 അധ്യായം 1 മുതൽ 22 അധ്യായം 16 വരെയാണ്. 10 1 മുതൽ 22 16 വരെ. പിന്നെ ഇത് സോളമൻ്റെ സുഭാഷിതങ്ങൾ എന്ന് പറയുമെങ്കിലും പലരും കൂടി രചിച്ചതാണെന്ന് ഇതിൽ തന്നെ വ്യക്തമാകുന്നു. 30 sayings of the wise, വിജ്ഞാനികൾ പറഞ്ഞ 30 സദൃശവാക്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ കൊടുത്ത് 22:17 മുതൽ 24-22 വരെ അത് വേറൊരു ഒരു സെക്ഷനാണ്. പിന്നെ അഡീഷണൽ sayings of the wise 24-23 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ 4ാമത്തെ ഒരു സെക്ഷൻ ഹെസക്കിയാസ് കളക്ഷൻ, അത് അധ്യായം 25 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളാണ്. ഇനി 5ാമത്തെ സെക്ഷൻ സേയിങ്സ് ഓഫ് ആഗൂർ, ആഗൂറിൻ്റെ സൂക്തങ്ങൾ, അത് 30ാം അധ്യായമാണ്. സേയിങ്സ് ഓഫ് കിങ് ലെമുവേൽ, ലെമുവേൽ രാജാവിൻ്റെ സൂക്തങ്ങൾ എന്ന് പറഞ്ഞ് 31ാം അധ്യായത്തിൽ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഇനിയും അവസാനത്തെ ഭാഗം ഒരു എപ്പിലോഗ് ആണ്. എപ്പിലോഗ് എന്ന് പറയുമ്പോൾ ഒരു നീണ്ട പ്രഭാഷണത്തിൻ്റെ അവസാനം പറയുന്നതാണ്. പ്രോലോഗ് എന്ന് പറയുമ്പോൾ പ്രഭാഷണത്തിൻ്റെ ആദ്യം കൊടുക്കുന്ന ഇൻട്രഡക്ഷനാണ്. എപ്പിലോഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം കൊടുക്കുന്നതാണ്. ഈ ഇൻഡിവിജ്വൽ സേയിങ്സ് എല്ലാം കൂടെ സമ്മറൈസ് ചെയ്യാൻ പറ്റിയല്ല. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന എപ്പിലോഗ് ഐഡിയൽ വൈഫ്, എല്ലാ തരത്തിലും സുഹൃതവതിയായ ഒരു ഭാര്യയെ ലഭിക്കുന്നവന് ഒരു വലിയ നിധി ലഭിക്കുന്നു എന്നുള്ള ഒരാശയം പറഞ്ഞ് ഇത് അവസാനിപ്പിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് തെമാറ്റിക്കായിട്ട് പറയാനായിട്ട് പറ്റില്ല. കാരണം ഇത് ഓരോന്നും 2 ലൈനിൽ അവസാനിക്കുന്ന, പരസ്പരം വിട്ടുനിൽക്കുന്ന വാക്യങ്ങളാണ്. സദൃശ വാക്യങ്ങൾ എന്നാണല്ലോ പറയുക. അതിനൊരു തീം, ഒരു എൻ ബ്ലോക്കായിട്ട് അല്ലെങ്കിൽ ഒരു പെരിക്കോപ്പായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക്
ഈ സുഭാഷിതം പുസ്തകങ്ങളിലെ ഏതാനും വാക്യങ്ങൾ മാത്രം വായിച്ച് പോകാം. പുസ്തകത്തിൻ്റെ ഉദ്ദേശം കൊടുത്തിട്ടുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ തുടക്കം, ദാവീദിൻ്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമൻ്റെ സുഭാഷിതങ്ങൾ. മനുഷ്യർ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കുവാനും ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ മനസ്സിലാക്കാനും വിവേകപൂർണമായ പെരുമാറ്റം, ധർമ്മം, നീതി, ന്യായം എന്നിവ ശീലിക്കാനും സരളഹൃദയർക്ക് വിവേകവും യുവജനങ്ങൾക്ക് അറിവും വിവേചനാശക്തിയും പ്രദാനം ചെയ്യാനും വിവേകി ശ്രദ്ധിച്ച് കേട്ട് അറിവ് വർദ്ധിപ്പിക്കാനും ധാരണാശക്തിയുള്ളവർ പഴമൊഴി, അലങ്കാരപ്രയോഗം, ജ്ഞാനികളുടെ സൂക്തങ്ങൾ, അവരുടെ കടങ്കഥകൾ എന്നിവ ഗ്രഹിക്കാൻ തക്ക കഴിവ് നേടാനും അത്രേ. വളരെ മനോഹരമായ ഒരു ഇൻട്രഡക്ഷൻ. ഈ സയൻറ്റിഫിക്കായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമായതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം മുഴുവൻ അവിടെ സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുകയാണ്. അത് പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് പറയുന്നു, ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം. നമ്മൾ ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ ഫിയർ എന്നല്ല കൊടുത്തിരിക്കുന്നത്, ദൈവഭക്തിയാണ് അറിവിൻ്റെ ഉറവിടം. ഭോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു. അപ്പോൾ ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ പറയുന്നത്, മകനെ നിൻ്റെ പിതാവിൻ്റെ പ്രബോധനം ചെവിക്കൊള്ളുക, മാതാവിൻ്റെ ഉപദേശം നിരസിക്കരുത്. അപ്പോൾ അപ്പൻ മകന് കൊടുക്കുന്ന ഉപദേശമായിട്ടാണ്. ഇനിയും 1-ാം അധ്യായത്തിൻ്റെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, ജ്ഞാനം തെരുവിൽ ഉച്ചത്തിൽ വിളിച്ചറിയിക്കുന്നു, ചന്തസ്ഥലങ്ങളിൽ അവൾ ഉദ്ഘോഷിക്കുന്നു, കോട്ട മുകളിൽ നിന്നുകൊണ്ട് അവൾ പ്രഖ്യാപിക്കുന്നു, നഗര കവാടങ്ങളിൽ നിന്ന് അവൾ സംസാരിക്കുന്നു, ഭോഷരെ നിങ്ങൾ എത്ര നാൾ ഭോഷരായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ജ്ഞാനം ഒരു സ്ത്രീയുടെ രൂപത്തിൽ തെരുവിൽ നിന്ന് വിളിക്കുകയാണ്. ഉന്നതമായ ഉയരമുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവർ ഈ സ്ത്രീ, അത് ജ്ഞാനത്തിൻ്റെ പെർസോണിഫിക്കേഷൻ, ജ്ഞാനത്തിൻ്റെ ആൾരൂപമാണ് ഈ സ്ത്രീ. അതിനകത്ത് വേറൊരു അതായത് വേറൊരു ദ്വയാർത്ഥ പ്രയോഗം കൂടിയുണ്ട്. ജ്ഞാനം ഇതുപോലെ വിളിക്കുന്നു. പിന്നീട് പറയുന്നുണ്ട്, ദുശ്ചരിതയായ സ്ത്രീ തെരുവിൽ നിന്ന യുവാക്കളെ വിളിച്ച് അവളുടെ കൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ അവളുടെ കൂട്ടത്തിൽ ഒരാൾ പോവുകയാണെങ്കിൽ അതോടുകൂടി അവൻ്റെ നാശം ആരംഭിക്കുന്നു എന്ന് വേറെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ത്രീകൾ, ഇവിടെ ജ്ഞാനമാണ് സ്ത്രീരൂപത്തിൽ വരുന്നത്, മറ്റത് ദുശ്ചരിതയായ ഒരു വേശ്യയാണ് യുവാക്കളെ ആകർഷിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് രണ്ടും പരസ്പരം ഓപ്പോസിറ്റാണ്. ഈ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു, അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് തലച്ചോറിൻ്റെ ഒരു പ്രവർത്തനമല്ല, ജ്ഞാനവും വിവേകവും ദൈവത്തിൻ്റെ ദാനമാണ്. അതിനുവേണ്ടി മനുഷ്യൻ പ്രാർത്ഥിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. 3-ാം അധ്യായം, അവൾ എന്ന് പറയുന്നത് ജ്ഞാനമാണ്, രത്നങ്ങളെക്കാൾ അമൂല്യയാണ്, നിങ്ങൾ കാക്ഷിക്കുന്നതൊന്നും അവൾക്ക് തുല്യമല്ല. അവളുടെ വലത് കൈയിൽ ദീർഘായുസ്സും ഇടത് കൈയിൽ സമ്പത്തും ബഹുമതിയും സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ഏത് സ്ത്രീയുടെ ആകർഷണത്തിലാണ് നീ പെടുന്നത് എന്ന് നോക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. 5-ാം അധ്യായം 3-ാം വാക്യം, ദുശ്ചരിതയായ സ്ത്രീയുടെ അധരം തേൻ പൊഴിക്കുന്നു, അവളുടെ മൊഴികൾ തൈലത്തേക്കാൾ സ്നിഗ്ധമാണ്, എന്നാൽ ഒടുവിൽ അവൾ കാഞ്ഞിരം പോലെ കയ്പുള്ളവളും ഇരുതല വാൾ പോലെ മൂർച്ചയുള്ളവളുമായി തീരും. അവളുടെ പാദങ്ങൾ മരണത്തിലേക്ക് ഇറക്കുന്നു, അവളുടെ കാലടികൾ പാതാളത്തിലേക്കുള്ള മാർഗത്തിലാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത്, ജ്ഞാനം എന്ന സ്ത്രീ ജീവനിലേക്ക് നയിക്കുന്നു, ദുശ്ചരിതയായ ഒരു സ്ത്രീ
നാശത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്നു എന്നുള്ള കാര്യം. 6-ാം അധ്യായം 6-ാം വാക്യം, മടിയനായ മനുഷ്യ, എറുമ്പിൻ്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക. മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നു. മടിയ, നീ എത്ര നാൾ നിശ്ചേഷ്ടനായിരിക്കും? നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുക? കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലുനേരം കൂടി മയങ്ങാം, കൈയും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിൻ്റെ മുമ്പിലെത്തും. ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ അത് അടിവരയിട്ട് ഒരു എറുമ്പിൻ്റെ ഉദാഹരണം പറഞ്ഞിട്ട് നിസ്സാരമായ ഉറുമ്പ് പോലും ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നു. എന്നാൽ നീ ബുദ്ധിമോശം കാണിക്കുന്നപ്പോഴാണ് നീ അലസത പിടിച്ച് കട്ടിൽ തന്നെ കിടക്കുകയും ഒന്നും കൈയും കെട്ടിയിരുന്ന് വിശ്രമിക്കുകയും ചെയ്താൽ ഫലം ദാരിദ്ര്യമായിരിക്കും, ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെ നിൻ്റെ മുമ്പിലെത്തും. ഇനിയും ഈ സുഭാഷിതങ്ങളുടെ ഒരു പ്രത്യേകത ഇവിടെ നോക്കുക. 6-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്, 7-ാമത് ഒന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. ദൈവം മ്ലേച്ഛമായിട്ട് കരുതുന്ന കാര്യങ്ങൾ എന്താണെന്ന് ലിസ്റ്റ് ചെയ്യുകയാണ്. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കയ്യ്, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരന്മാർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവർ. ഇവരെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ മ്ലേച്ഛരാണ്. ദൈവം അവരെ തള്ളിക്കളയുന്നു എന്നുള്ള. അപ്പോൾ ഇങ്ങനെ നമ്പർ പറഞ്ഞ് 3 കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്, 4 കാര്യങ്ങൾ എനിക്കറിയില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങൾ. 9-ാം അധ്യായം, ജാനം തൻ്റെ ഭവനം പണിയുകയും 7 തൂണുകൾ നാട്ടുകയും ചെയ്തിരിക്കുന്നു. അവൻ മൃഗങ്ങളെ കൊന്നും വീഞ്ഞു കലർത്തി വിരുന്നൊരുക്കിയിരിക്കുന്നു. നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചറിയിക്കാൻ അവൾ പരിചാരകമാരെ അയച്ചിരിക്കുന്നു. അല്പബുദ്ധികളെ ഇങ്ങോട്ട് വരുവൻ. ബുദ്ധിശൂന്യനോട് അവൻ പറയുന്നു, വന്നെൻ്റെ അപ്പം ഭക്ഷിക്കുകയും ഞാൻ കലർത്തിയ വീഞ്ഞു കുടിക്കുകയും ചെയ്യുവിൻ. ഭോഷത്വം വെടിഞ്ഞ് ജീവിക്കുവിൻ, അറിവിൻ്റെ പാതയിൽ സഞ്ചരിക്കുവിൻ. ഇവിടെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ ഈ സ്ത്രീ നൽകുന്നത് വിജ്ഞാനമാണ്. 10-ാം വാക്യം, 9-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. അപ്പോൾ യഥാർത്ഥമായ അറിവ് സയൻസ് സബ്ജക്ട്സ് പഠിക്കുന്നതും കമ്പ്യൂട്ടർ പഠിക്കുന്നത് മാത്രമല്ല, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. 13-ാം അധ്യായം 9-ാം വാക്യം, നീതിമാന്റെ ദീപം തെളിഞ്ഞു പ്രകാശിക്കും, ദുഷ്ടൻ്റെ വിളക്ക് അണഞ്ഞു പോകും. ഇത് സാധാരണ വിജ്ഞാന സാഹിത്യത്തിൽ വരുന്ന ഒരു പ്രയോഗമാണ്. നീതിമാന്റെ ദീപം തെളിഞ്ഞു പ്രകാശിക്കും, ദുഷ്ടൻ്റെ വിളക്ക് അണഞ്ഞു പോകും. വിളക്കണയുക എന്ന് പറഞ്ഞാൽ അവൻ മരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. 15-ാം അധ്യായം 1-ാം വാക്യം, സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു, പരുഷമായ വാക്ക് കോപം ഇളക്കിവിടുന്നു. അപ്പോൾ എങ്ങനെ നമ്മൾ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കണം? സൗമ്യമായ മറുപടി കൊടുത്താൽ അതോടെ പലരുടെയും ക്രോധം അവിടെ ശമിക്കും. എന്നാൽ നമ്മൾ തിരിച്ചങ്ങോട്ടൊരു പരുഷമായ വാക്ക് പറഞ്ഞാൽ കോപം ഇളക്കിവിടും. ഇത് സാധാരണ മനുഷ്യന് അറിയാവുന്നൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിലോ വഴക്കിലോ ഒക്കെ കയറി നമ്മൾ ഇടപെടരുത്. അവിടെയും പറയുന്നുണ്ട്, വെറുതെ വഴിയെ പോകുന്ന ഒരു പട്ടിയുടെ ചെവിക്ക് പിടിക്കരുത്, അത് തിരിഞ്ഞു കടിക്കും. അപ്പോൾ ആവശ്യമില്ലാതെ
വേറെ ആളുടെ വഴക്കിൽ തലയിടരുത് എന്നാണ് പറയുന്നത്. അലഞ്ഞു നടക്കുന്ന പട്ടിയുടെ ചെവിക്ക് പിടിക്കരുത് എന്ന് പറയുന്നു. 16-ാം അധ്യായം 1-ാം വാക്യം, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. അപ്പോൾ മനുഷ്യൻ 20 വർഷം കഴിയുമ്പോൾ ഞാൻ ഇന്നത് ചെയ്യുമെന്നൊക്കെ വിഭാവനം ചെയ്യുന്നു. പക്ഷേ അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്ന കർത്താവാണ്. അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണ്. 9-ാം വാക്യത്തിലും പറയുന്നു, മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ച് വയ്ക്കുന്നു, അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. 17-ാം അധ്യായം 25-ാം വാക്യം, മൂഢനായ പുത്രൻ പിതാവിന് ദുഃഖവും അമ്മയ്ക്ക് കയ്പുമാണ്. 27-ാം വാക്യം, വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞനാണ്, പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാനത്രേ. മൗനം ഭജിക്കുന്ന മൂഢന്മാർ പോലും ജ്ഞാനിയായിട്ട് കരുതപ്പെടുന്നു, അവൻ വാ കൂട്ടിയിരുന്നാൽ ബുദ്ധിമാനെന്ന് ഗണിക്കപ്പെടുന്നു. അപ്പോൾ നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന മനുഷ്യരാണ്. എന്നാൽ മൗനി, അത് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ ഒരു വിജ്ഞാനത്തിൻ്റെ മാർഗമാണ് മൗനിയായിരിക്കുക, മുനിയായിരിക്കുക. അപ്പോൾ എപ്പോഴും സംസാരിച്ച് മുമ്പിൽ നിൽക്കണം എന്ന് വിചാരിക്കരുത്, മൗനം പാലിക്കുക. 20-ാം അധ്യായം 27-ാം വാക്യം, മനുഷ്യചേതന കർത്താവ് കൊളുത്തിയ വിളക്കാണ്, അത് അവൻ്റെ ഉള്ളറകൾ പരിശോധിക്കുന്നു. മനുഷ്യചേതന കർത്താവ് കൊളുത്തിയ വിളക്കാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയെക്കുറിച്ചാണ് പറയുക. അത് കർത്താവാണ് അത് കൊളുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒരു തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ അത് നിന്നെ ശാസിക്കും. 21-ാം അധ്യായം 9-ാം വാക്യം, കലഹക്കാരിയായ ഭാര്യയോടൊപ്പം വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻപുറത്ത് ഒരു കോണിൽ കഴിഞ്ഞുകൂടുകയാണ്. എപ്പോഴും പരാതി പറയുന്ന, നാഗിങ് വൈഫ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. എപ്പോഴും പരാതി പറയുന്ന ഒരു സ്ത്രീയുടെ കൂടെ വസിച്ചാൽ പുരുഷൻ്റെ സമാധാനം കെടും. അതിനേക്കാൾ മെച്ചം തട്ടുമ്പുറത്ത് കയറി ഇരിക്കുന്നതാണ്. അതിൽ ഒരു തമാശയുണ്ട്, അതിൻ്റെ ഹ്യൂമർ നമ്മൾ മനസ്സിലാക്കുക. 22-ാം അധ്യായം 1-ാം വാക്യം, സൽകീർത്തി വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യമാണ്. അപ്പോൾ ടു ഹാവ് എ ഗുഡ് നെയിം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 25-ാം അധ്യായം 21-ാം വാക്യം, ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും നൽകുക, അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും. കർത്താവ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ചിട്ടുണ്ട്. നീ ശത്രുവിനോട് നന്നായിട്ട് പെരുമാറുകയാണെങ്കിൽ, അവൻ ശത്രുത വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് നീ ഭക്ഷണം കൊടുക്കുകയോ ദാഹിക്കുമ്പോൾ ദാഹജലം കൊടുക്കുകയോ ചെയ്താൽ നീ അവൻ്റെ തലയിൽ തീക്കനൽ കൂട്ടും. തലയിൽ തീക്കനൽ കൂട്ടുക എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലുക എന്നല്ല, പിന്നെയോ അവൻ്റെ ശത്രുത കരിച്ചു കളയുക എന്നാണ് അതിൻ്റെ അർത്ഥം. അവനിലെ ശത്രുത തന്നെ ഇല്ലാതാവും. 25-ന്റെ 28-ാം വാക്യം, ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്. എല്ലാവർക്കും കയറി മേയാവുന്ന ഒരു സ്ഥലമായിട്ട് മാറും ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ. 27-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, നാളെ ചൊല്ലി അഹങ്കരിക്കേണ്ട, ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ല. ആത്മപ്രശംസ ചെയ്യരുത്, മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ. അന്യൻ്റെ നാവാണ്, നിൻ്റേതല്ല അത് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും ആത്മപ്രശംസ ചെയ്യരുത്. മറ്റുള്ളവരെ നിന്നെ പ്രശംസിച്ചോട്ടെ, നീ അത് ചെയ്യുമ്പോൾ നീ തന്നെ സ്വയം കൊച്ചാവുകയാണ്. പിന്നെ 30-ാം അധ്യായത്തിൽ ആഗൂറിൻ്റെ സൂക്തങ്ങളുണ്ട്. മാസാ രാജാവായ ലെമുവേലിൻ്റെ വാക്കുകൾ 31-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിലെ 30-ാം അധ്യായത്തിലെ 8-ാം വാക്യം,
അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുത്. ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. ഞാൻ സമൃദ്ധിയിൽ അങ്ങയെ അവഗണിക്കുകയും കർത്താവ് ആരെന്ന് ചോദിക്കുകയും ചെയ്തേക്കാം. ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് ദൈവത്തോട് പറയുന്നത്, എനിക്ക് ഒത്തിരി പൈസ തരരുത്, ഒത്തിരി ധനം തരരുത്. ഒത്തിരി ധനം കിട്ടിയാൽ ഞാൻ അഹങ്കരിച്ചിട്ട് ദൈവം ആരാണെന്ന് ചോദിക്കും. എന്നെ തീരെ ദരിദ്രനാക്കരുത്. കണ്ടവനം ദാരിദ്ര്യം കൂടിയാൽ ദൈവമേ നീ എന്തിനാ എന്നെ സൃഷ്ടിച്ചതെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കും. അതുകൊണ്ട് ദൈവത്തെ ഞാൻ പുച്ഛിക്കും, നിന്ദിക്കും. അതുകൊണ്ട് കൂടുതൽ ധനമോ കൂടുതൽ ദാരിദ്ര്യമോ എനിക്ക് തരരുത്. എനിക്ക് കൃത്യം ജീവിച്ചു പോകാനുള്ളത് മാത്രം തന്നാൽ മതി. അതുകൊണ്ട് ഞാൻ സംതൃപ്തനായിക്കൊള്ളാം. ഇതും നല്ല ഒരു ഉപദേശമാണ്. ഇനിയും അവസാനത്തിലേക്ക് എപ്പിലോഗ് 1 മണിക്കൂറായി. ഉത്തമയായ ഭാര്യയെക്കുറിച്ച് ആണ് പറയുന്നത്. ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും? അവൾ രത്നങ്ങളെക്കാൾ അമൂല്യത്രേ. അപ്പോൾ അത് ആ ഭാഗം തന്നെത്താനെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. എൻ്റെ വെല്ലുമ്മച്ചിയുടെ കവറിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്യം ഞാനിത് വായിച്ചപ്പോൾ ഓർത്തു. അവളുടെ സന്താനങ്ങൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കും. അപ്പോൾ തലമുറകൾ കഴിഞ്ഞാലും ഉത്തമയായ ഒരു അമ്മയുടെ കാര്യം മക്കളും കൊച്ചുമക്കളും ഓർത്തിരിക്കും. അവളുടെ കുഞ്ഞുമക്കൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കും. അതാണ് ഉത്തമയായ ഭാര്യ. നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഒരു വാക്യം കൂടി പറഞ്ഞിട്ട്, ഈ വിസ്ഡം ലിറ്ററേച്ചറിൽ നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ജീസസ് ഈസ് ദ വിസ്ഡം ഓഫ് ഗോഡ് എന്ന് 1 കൊരിന്ത്യർ 1:24 പറഞ്ഞിട്ടുണ്ട്. ജീസസ് ഈസ് ദ വിസ്ഡം ആൻഡ് ദ പവർ ഓഫ് ഗോഡ്. പ്രത്യേകിച്ച് ക്രൂശിതനായ ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോഴാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്. അതുപോലെ ഈ യോഹന്നാൻ്റെ 7-ാം അധ്യായം 37 മുതൽ 39 വാക്യങ്ങളിൽ കർത്താവ് കൂടാരപ്പെരുന്നാളിൽ ഒരു ദിവസം എഴുന്നേറ്റ് നിന്ന് ഉയർന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അത് ഈ സുഭാഷിതങ്ങളിൽ 9-ാം അധ്യായത്തിൽ അവിടെ വിജ്ഞാനം, വിസ്ഡം ഒരു സ്ത്രീയുടെ ആൾ രൂപത്തിൽ വന്നിട്ട് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും വിശക്കുന്നെങ്കിൽ വന്നെൻ്റെ അപ്പം ഭക്ഷിക്കുക, വീഞ്ഞു കുടിക്കുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ക്ഷണമാണ് യേശു യോഹന്നാൻ്റെ 7-ാം അധ്യായത്തിൽ പറയുന്ന, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. അപ്പോൾ ഈ നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ യേശുവാണ് ബൈബിളിൽ പറഞ്ഞ വിജ്ഞാനത്തിൻ്റെ ആൾ രൂപം എന്ന് മനസ്സിലാക്കുക.